നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ ഡാം സുരക്ഷാ പരിശോധനാ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം. അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിന്റെ പ്രവർത്തനം അവതാളത്തിൽ. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ നികത്താതെ വരുന്നതാണ് യൂണിറ്റിന്റെ പ്രവർത്തനം താറുമാറാകാൻ കാരണം. ഇടുക്കിയിൽ പുറമ്പോക്ക് ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ച ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും. കട്ടപ്പന ആറിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീരത്തുള്ള മരങ്ങൾ വെട്ടിയതുമൂലം ആറിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ ഡാം സുരക്ഷാ പരിശോധനാ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം. പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ആവശ്യപ്പെട്ടു. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നിഷ്പക്ഷ വിദഗ്ധർ അടങ്ങിയ കമ്മിറ്റിയിൽ നിന്നാണ് കേരള പ്രതിനിധിയായ നിശ്ചയിച്ച ടി.കെ. ശിവരാജനെ ഏകപക്ഷീയമായി നീക്കിയത്. സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച 3 പേരിൽ നിന്ന് കേന്ദ്ര ജല കമ്മീഷൻ മുൻ ചീഫ് എഞ്ചിനീയർ കൂടിയായ ശിവരാജനെ തെരഞ്ഞെടുത്തത് NDS തന്നെയാണ്. കേരളത്തിലെ പ്രതിനിധിയെ ഒഴിവാക്കിയെങ്കിലും തമിഴ്നാട് പ്രതിനിധി സമിതിയിൽ തുടരുകയാണ്. ഈ നടപടി മുല്ലപ്പെരിയാർ വിഷയത്തെ സംസ്ഥാനത്തിന് തിരിച്ചടിയാകുമെന്ന് സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് പറഞ്ഞു. ഡാമുകളുടെ എല്ലാം ഏകോപനവും മുഴുവൻ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ കീഴിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഇരുട്ടടി എന്ന പോലെ നമ്മുടെ അംഗത്തെ മാറ്റുകയും തമിഴ്നാട് എതിർക്കുകയും കേരളം ഈ വിഷയത്തെ നിശബ്ദമായി കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീരത്തുള്ള ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. നമുക്ക് കൈവിട്ട ഈ ഭാഗ്യം നഷ്ടപ്പെടുത്തിയാൽ ഒരു കാരണവശാലും നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് കരകയറുവാൻ കഴിയില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ ഖേദകരമാണ്. കേരളം സമഗ്രമായ വിഷയത്തിൽ ഇടപെടും. പ്രതിനിധി മാറ്റുമ്പോൾ ഇതിന്റെ കാരണങ്ങൾ സംസ്ഥാനത്തെ അറിയിക്കേണ്ടതാണ്. പുതിയ ആളെ നിർദ്ദേശിക്കേണ്ടത് കേരള സർക്കാർ ആയിരുന്നു. എന്നാൽ NDSA തന്നെയാണ് പ്രതിനിധിയെ നിശ്ചയിച്ചത്. മുല്ലപ്പെരിയാറിൽ നിഷ്പക്ഷ വിദഗ്ധർ അടങ്ങിയ സംഘം പരിശോധന നടത്താനിരിക്കെ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നടപടി കേരളത്തിന് തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക. സിറ്റുവേഷൻ കട്ടപ്പന. അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിന്റെ പ്രവർത്തനം അവതാളത്തിൽ. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ നികത്താതെ വരുന്നതാണ് യൂണിറ്റിന്റെ പ്രവർത്തനം താറുമാറാകാൻ കാരണം. ഇതോടെ അടിമാലി സെൻട്രൽ ജംഗ്ഷനിലെ പോയിന്റ് ഡ്യൂട്ടിക്കപ്പുറം അടിമാലി ട്രാഫിക് യൂണിറ്റിന്റെ പ്രവർത്തനം മറ്റു മേഖലയിൽ ലഭ്യമാകുന്നില്ല. മുമ്പ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആയിരിക്കുമ്പോഴാണ് 43 പോലീസുകാരുമായി അടിമാലിയിൽ ട്രാഫിക് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യകാലങ്ങളിൽ യൂണിറ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നെങ്കിലും മാറി വന്ന സർക്കാർ ഈ യൂണിറ്റിനോട് കടുത്ത അവഗണന കാട്ടി. ഇതോടെ പരമാവധി അംഗബലം 24 ചുരുക്കി. 24 പോസ്റ്റുകളുള്ള യൂണിറ്റിൽ ഇപ്പോൾ 12 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് അവശേഷിക്കുന്നത്. സ്പെഷ്യൽ ഡ്യൂട്ടിയും മെഡിക്കൽ ലീവുകളും കഴിയുമ്പോൾ പരമാവധി 6 പേരിലേക്ക് യൂണിറ്റ് ചുരുങ്ങും. ഇതോടെ അടിമാലി സെൻട്രൽ ജംഗ്ഷനിലെ പോയിന്റ് ഡ്യൂട്ടിക്കപ്പുറം അടിമാലി ട്രാഫിക് യൂണിറ്റിന്റെ പ്രവർത്തനം മറ്റു മേഖലയിൽ ലഭ്യമാകുന്നില്ല. ട്രാഫിക് പോലീസിന്റെ എണ്ണക്കുറവ് നിമിത്തം പലപ്പോഴും ട്രാഫിക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പരാജയമുണ്ടാകുകയാണ്. അടിമാലിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 24ഓളം വരുന്ന പോലീസുകാർ ട്രാഫിക് പോലീസിനാണ് സ്ട്രെങ്ത് എങ്കിലും കേവലം 12 പേര് മാത്രമാണ് ഇപ്പോൾ ഈ സ്റ്റേഷനിലുള്ളത്. അതും അനുവദിക്കപ്പെട്ട ലീവുകൾ കഴിയുമ്പോൾ അവശേഷിക്കുന്നത് 4ഓ 5ഓ പോലീസുകാരാണ് ഈ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് അടിമാലി അമ്പലപ്പടി ജംഗ്ഷൻ മുതൽ അടിമാലി പരിസരത്താകെ ഈ റോട്ടിൽ നിൽക്കുവാനും ഗതാഗതം നിയന്ത്രിക്കുവാനും ഒക്കെ ഉള്ളത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന മേഖലകളിൽ ഒന്നാണ് അടിമാലി. ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനോ കേസുകൾ രജിസ്റ്റർ ചെയ്യാനോ കഴിയില്ല. ടൗണിൽ കാൽനടയാത്രയിടങ്ങളിലെ വഴിവാണിഭക്കാരെയും അനധികൃത പാർക്കിംഗ് വാഹനങ്ങളാലും നിറഞ്ഞു. സീസൺ സമയങ്ങളിൽ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യാറുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രാഫിക് യൂണിറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും ആവശ്യം. സിറ്റുവേഷൻ അടിമാലി.
ഇടുക്കിയിൽ പുറമ്പോക്ക് ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ച ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും. ശാന്തൻപാറ പൂപ്പാറയിലും ചിന്നക്കനാൽ സൂര്യനെല്ലിയിലുമായി റോഡ് പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച നിരവധി കച്ചവട സ്ഥാപനങ്ങളാണ് പഞ്ചായത്ത് അധികൃതർ പൊളിച്ചു നീക്കിയത്. ശാന്തൻപാറയിൽ 15 വർഷമായി പ്രവർത്തിച്ചിരുന്ന കട ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. വരും ദിവസങ്ങളിലും ഒഴിപ്പിക്കൽ നടപടികൾ തുടരുമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന സൂചന. പൊതുഭൂമിയും റോഡ് പുറമ്പോക്കുകളും തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശപ്രകാരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒടുവിൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളുടെ പരിധിയിലാണ് വ്യാപകമായ ഒഴിപ്പിക്കൽ നടപടികൾ നടന്നത്. ശാന്തൻപാറ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരീഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പൂപ്പാറയിലെ പുറമ്പോക്ക് ഭൂമിയിലെ വ്യാപാര സ്ഥാപനം പൂർണ്ണമായും പൊളിച്ചു നീക്കി. കഴിഞ്ഞ 15 വർഷമായി ഇവിടെ കച്ചവടം നടത്തി വന്നിരുന്ന ഈശ്വരൻ എന്ന വ്യാപാരിയുടെ കടയാണ് അധികൃതർ നിയമ നടപടികളിലൂടെ പൊളിച്ചു മാറ്റിയത്. ഒഴിപ്പിക്കൽ നോട്ടീസിനെതിരെ ഈശ്വരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കാൻ കോടതിയും അനുമതി നൽകിയതോടെ പഞ്ചായത്ത് നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. നമ്മുടെ ഈ പുറമ്പോക്ക് സ്ഥലങ്ങളിൽ ഉള്ള കടകൾ, അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം എടുക്കാൻ നമുക്ക് ഉത്തരവുള്ളതാണ്. റോഡ് സൈഡിലുള്ള അനധികൃത കച്ചവടങ്ങൾ വച്ച് കിട്ടിയിരിക്കുന്ന ഇതേപോലെയുള്ള കടകൾ ഇതിലിപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി പോയെങ്കിലും കോടതി ഇവർക്കുടെ കേസ് പരിഗണിക്കാതെ തള്ളുകയാണ് ചെയ്തത്, ഡിസ്മിസ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർക്ക് യാതൊരു രേഖകളും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് പഞ്ചായത്ത് കോടതി വിധി അനുസരിച്ച് നമ്മൾ നടപടികൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. കേവലം 1 മണിക്കൂറിനുള്ളിൽ കടയൊഴിയാൻ അധികൃതർ നിർബന്ധിച്ചുവെന്നും ഉപജീവനമാർഗം പെട്ടെന്ന് തടസ്സപ്പെട്ടതോടെ താൻ പൂർണ്ണമായും വഴിയാധാരമായുമെന്നുമാണ് കടയുടമ ഈശ്വരൻ പറയുന്നത്. കോടതി പോയായിരുന്നു. 4 വർഷമായിട്ട് കോടതിയിലാണ്. 15 വർഷമായി ഈ കട ഇവിടെ വച്ചാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇത് വേറെ എന്തോ ഇതിനകത്ത് കുറയുന്ന ആരാണ്ട് നല്ല ശരിക്കും പണിയുന്നുണ്ട് പറയാം. എൻ്റെ ഉപജീവനമാർഗമായിരുന്നു അത്. ലാസ്റ്റ് ഇത് ഇന്ന് 1 മണിക്ക് മാറ്റണമെന്നും പറഞ്ഞ് 1 മണിക്കൂർ മുമ്പൊന്ന് നോട്ടീസ് തന്നിട്ട് പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്നും പറഞ്ഞ് വന്ന് പൊളിച്ചുകൊണ്ടിരിക്കുക. കടുത്ത നടപടികളാണ് ചിന്നക്കനാൽ സൂര്യനെല്ലിയിലും ദൃശ്യമായത്. റോഡ് പുറമ്പോക്ക് കയ്യേറി സ്ഥാപിച്ചിരുന്ന 7 പെട്ടിക്കടകളാണ് ചിന്നക്കനാൽ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട ഒഴിപ്പിച്ചത്. ഇതിൽ ഒരു പെട്ടിക്കട അധികൃതർ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കം ചെയ്തതോടെ തങ്ങളുടെ കടകളും പൊളിച്ചു നീക്കപ്പെടുമെന്ന ഭയത്താൽ ബാക്കി 6 കടകളുടെയും ഉടമകൾ അവ സ്വമേധയാ ഇവിടെ നിന്നും മാറ്റാൻ തയ്യാറാവുകയായിരുന്നു. റോഡ് വികസനത്തിനും പൊതുജനങ്ങൾ യാത്രയ്ക്കും തടസ്സമാകുന്ന രീതിയിൽ പാതയോരങ്ങൾ കയ്യേറി നടത്തുന്ന കച്ചവടങ്ങൾക്കെതിരെ കർശന നടപടിയാണ് ജില്ലാ ഭരണകൂടം. വരും ദിവസങ്ങളിലും ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പുറമ്പോക്കൊഴിപ്പിക്കൽ നടപടികൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമലംഘകർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്ക് റവന്യൂ, പഞ്ചായത്ത് വകുപ്പുകൾ നീങ്ങുമ്പോൾ വരും ദിവസങ്ങളിലും മലയോര മേഖലയിൽ ഒഴിപ്പിക്കൽ നടപടികൾ ശക്തമാക്കാനാണ് സാധ്യത. സിറ്റി വിഷൻ, രാജകുമാരി. കട്ടപ്പന ആറിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീരത്തുള്ള മരങ്ങൾ വെട്ടിയതുമൂലം ആറിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നു. പാലങ്ങളുടെ തൂണുകളിലടക്കം മരങ്ങൾ തട്ടി നിൽക്കുന്നത് മൂലം തീരപ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കട്ടപ്പന മുതൽ കാഞ്ചിയാർ കക്കാട്ടുകട വരെയുള്ള ഭാഗത്താണ് കട്ടപ്പനയാറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പാലങ്ങളുടെ നവീകരണം, സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം തുടങ്ങിയവയ്ക്കായി ജലസേചന വകുപ്പ് 36 കോടി രൂപ അനുവദിച്ചിരുന്നു. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 6 കടന്നുപോകുന്ന തീരപ്രദേശങ്ങളിലെ മരങ്ങൾ കരാറുകാരൻ വെട്ടിമാറ്റി. ഈ മരങ്ങൾ ആറ്റിലേക്ക് തന്നെ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. മഴക്കാലം ആരംഭിച്ചിട്ടും ഇത് ഇവിടെ നിന്ന് കരാറുകാരൻ എടുത്തു മാറ്റിയില്ല. ആറ്റിലൂടെയുള്ള വെള്ളം ഒഴുക്കിന് ഈ മരങ്ങൾ തടസ്സം സൃഷ്ടിക്കുകയാണ്. മഴ ശക്തമാകുന്നതോടെ ഇത് വെള്ളപ്പൊക്ക സാധ്യതയും ഉണ്ടാക്കും. ജലസേചന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കട്ടപ്പനയാറിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കട്ടപ്പനയാറിന്റെ സൈഡിലുള്ള മരങ്ങളെല്ലാം കോൺടാക്ട് വ്യവസ്ഥയിൽ വെട്ടി അത് ആറിന്റെ തീരത്തോട്ട് തന്നെ മാറ്റിയിടേണ്ടതിന് പകരം ആറിലോട്ട് തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വൻ മഴകൾ പെയ്യുമ്പോൾ അതുപോലെയുള്ള നമ്മുടെ വീടുകളിലോട്ടും അതുപോലെ കൃഷി സ്ഥലങ്ങളിലോട്ടും ഈ വെള്ളം കയറുന്ന ഒരു സംഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ പലതവണ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. തുടർന്ന് കട്ടപ്പന നഗരസഭ വിഷയത്തിൽ ഇടപെടുകയും കരാറുകാരനോട് ഈ മരങ്ങൾ എത്രയും വേഗം എടുത്തുമാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല.
വിവിധ ഭാഗങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പകർച്ചവ്യാധി ഭീഷണിയും ഉയർത്തുന്നുണ്ട്. സിറ്റി വിഷൻ, കട്ടപ്പന. ദേശീയപാത 85 നിർമ്മാണ ജോലികൾ മുടങ്ങിക്കിടക്കുന്ന നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ വനം ദേശീയപാത വകുപ്പുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നടന്നുവരുന്ന സർവേ നടപടികൾ പൂർത്തിയായി. ജൂൺ 5-നായിരുന്നു സർവേ നടപടികൾക്ക് തുടക്കമിട്ടത്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ഭാഗമാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സർവേ നടത്തിയത്. ദേശീയപാത 85 നിർമ്മാണ ജോലികൾ മുടങ്ങിക്കിടക്കുന്ന നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ വനം ദേശീയപാത വകുപ്പുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നടന്നുവരുന്ന സർവേ നടപടികൾ പൂർത്തിയായി. ജൂൺ 5-നായിരുന്നു സർവേ നടപടികൾക്ക് തുടക്കമിട്ടത്. ഇത് പ്രകാരം തർക്കം നിലനിൽക്കുന്ന 14.5 കിലോമീറ്റർ ദൂരത്തിൽ 20 മുതൽ 33 മീറ്റർ വരെ വീതിയുള്ളതായി കണ്ടെത്തി. 70% സർവേ കല്ലുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സർവേ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ജൂൺ 5 മുതൽ റോഡ് അളന്ന് തിട്ടപ്പെടുത്തുന്ന ജോലികൾ ആരംഭിച്ചത്. വനം വകുപ്പ് ജീവനക്കാരുടെ സഹകരണത്തോടെ 2 ആഴ്ച നീണ്ടുനിന്ന സർവേ ജോലികൾ പൂർത്തിയായി. 1977 റീസർവേ സ്കെച്ച് പ്രകാരമാണ് ബ്ലോക്ക് നമ്പർ 4-ൽ 51 മുതൽ 87 വരെയുള്ള സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട ഭാഗത്തെ സർവേ ജോലികൾ പൂർത്തിയാക്കിയത്. റിപ്പോർട്ട് 2 ദിവസത്തിനകം കളക്ടർക്ക് കൈമാറും. കൊച്ചി മൂന്നാർ പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് 2 വർഷം മുമ്പ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചെങ്കിലും ഇവിടം വനം വകുപ്പിന്റെ തടസ്സവാദങ്ങളെ തുടർന്ന് ജോലികൾ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കോടതി ഇടപെട്ട് 10 മുതൽ 13 മീറ്റർ വരെ വീതിയിൽ നിർമ്മാണ ജോലികൾക്ക് അനുമതി നൽകിയെങ്കിലും സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി കാരണം 1 വർഷം മുമ്പ് ജോലികൾ തടസ്സപ്പെട്ടു. പാതയുടെ നിർമ്മാണ ജോലികൾ പുനരാരംഭിക്കാൻ ഡീൻ കുര്യാക്കോസ് MP, F. രാജ MLA, NH സംരക്ഷണ സമിതി ഭാരവാഹികൾ എന്നിവരുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു. സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ SS ബിനു, ജില്ലാ സർവേ സൂപ്രണ്ട് S. ജ്യോതി, ജില്ലാ ഹെഡ് സർവേയർ ബിനു ആനന്ദൻ, ദേവികുളം താലൂക്ക് ഹെഡ് സർവേയർ G. ജയപ്രസാദ്, സർവേയർമാരായ MP അനീഷ്, M. രാജു, KB അനസ്, T. ഷൈൻ, PO ജോയ്, ജോയൽ ജോളി എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ നടപടികൾ പൂർത്തീകരിച്ചത്. സിറ്റി വിഷൻ, അടിമാലി. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി 1 ലക്ഷം ഗോൾ എന്ന ലക്ഷ്യത്തിലേക്ക് പന്തടിച്ച് കല്ലാർ സ്കൂളും. സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരം വിദ്യാർത്ഥികളുടെ ആവേശപൂർണമായ പങ്കാളിത്തത്തോടെ ശ്രദ്ധേയമായി. ഫുട്ബോളാണ് ലഹരി എന്ന ആശയം മുൻനിർത്തിയാണ് മത്സരം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളിൽ കായിക സംസ്കാരം വളർത്തുന്നതിനും ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമൊപ്പം ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതും പരിപാടിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. 4 ടീമുകൾ പങ്കെടുത്ത മത്സരം ആവേശോജ്വലമായ പോരാട്ടങ്ങൾക്ക് വേദിയായി. മികച്ച കളിമികവും കായിക മനോഭാവവും പ്രകടിപ്പിച്ച വിദ്യാർത്ഥികൾ മത്സരത്തെ ശ്രദ്ധേയമാക്കി. PTA പ്രസിഡന്റ് രമേശ് കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ ഈട്ടിക്കൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. ലോകമാകമാനം മയക്കുമരുന്നിൻ്റെ പിടിയിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലിയൊരു ബോധവൽക്കരണമാണ് ഇത് കുട്ടികളിലൂടെ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ നമ്മൾ പിടിക്കുകയും അതിനെതിരെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള ആളുകളെ തൂത്തെറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ തലത്തിൽ തന്നെ നിരവധി പ്രോഗ്രാമുകൾ ഈ നാട്ടിലെ സ്കൂളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനമൊട്ടാകെ നടക്കുന്ന കായിക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കല്ലാർ സ്കൂളിനും ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പാൾ സീമ മാത്യു, NSS ജില്ലാ കോർഡിനേറ്റർ സുമാമോൾ ചാക്കോ, NSS പ്രോഗ്രാം ഓഫീസർ S. ജ്യോതിഷ് തുടങ്ങിയവർ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളിൽ കായികബോധവും ആരോഗ്യകരമായ ജീവിതശൈലിയും പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ കൂടുതൽ വ്യാപിപ്പിക്കണമെന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, nursing services, patient observation unit, palliative caring,
ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിൽ നിന്നും UDF സർക്കാർ പിന്മാറുക എന്നാവശ്യപ്പെട്ട് CPI അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് CPI സംസ്ഥാന കൗൺസിൽ അംഗം ജയ മധു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന നീക്കത്തിൽ നിന്നും UDF സർക്കാർ പിന്മാറുകയെന്ന് ആവശ്യപ്പെട്ടാണ് CPI അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അടിമാലി എംപ്ലോയ്മെന്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് CPI സംസ്ഥാന കൗൺസിൽ അംഗം ജയ മധു ഉദ്ഘാടനം ചെയ്തു. എന്താണ് PM ശ്രീ? പ്രൈം മിനിസ്റ്റർ ഓഫ് സ്കൂൾസ് റൈസിംഗ് ഇന്ത്യ. നമ്മുടെ ഈ രാജ്യത്തെ ഒരു ദേശീയ വിദ്യാഭ്യാസം, ഒരു പാഠ്യപദ്ധതി നടത്തുന്നതിന് വേണ്ടി, കേരളത്തില് അല്ലെങ്കിൽ ഈ രാജ്യത്ത് വർഗീയത കൊണ്ടുവരുന്നതിന് വേണ്ടി, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നയമാണ് ഈ PM ശ്രീ പദ്ധതി. സംസ്ഥാനത്തെ മുഴുവൻ CPI മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും കേന്ദ്ര സർക്കാർ ഓഫീസിനു മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് അടിമാലിയിലും പ്രതിഷേധ മാർച്ച് നടന്നത്. പ്രതിഷേധ യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം TJ ആൽബർട്ട് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KM ഷാജി, സന്തോഷ് വൈലങ്കര, I ശശിധരൻ, KB ജോൺസൺ തുടങ്ങിയ നേതാക്കളും പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സമഗ്ര കർമ്മ പദ്ധതിയായ കരുതൽ ശില്പശാല സംഘടിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ശില്പശാല നടന്നത്. പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ കരുതൽ എന്ന പേരിൽ സമഗ്ര പകർച്ചവ്യാധി പ്രതിരോധ ശില്പശാല സംഘടിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തോടെ കർമ്മ പദ്ധതികൾ രൂപീകരിക്കുന്നതിനും പ്രതിരോധ നടപടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ആരോഗ്യരംഗത്തെ വിദഗ്ധർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഉൾപ്പെടെ ഷിഗല്ല പോലുള്ള സാംക്രമിക രോഗങ്ങൾ പടരുന്നത് തടയുന്നതിനുള്ള മുൻകരുതലുകളും പ്രതിരോധ മാർഗങ്ങളും ശില്പശാലയിൽ വിശദീകരിച്ചു.
ജനപങ്കാളിത്തത്തോടെയും വകുപ്പുതല ഏകോപനത്തോടെയും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ശില്പശാലയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് സാന്ദ്ര പോൾ ജിന്നി, വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ എന്നിവർ അറിയിച്ചു. ഇതൊരു പകർച്ചവ്യാധി, ഒരു ഔട്ട്ബ്രേക്ക് എന്ന രീതിയിലേക്ക് കടന്നു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുൻകരുതൽ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കരുതൽ എന്ന പേരിൽ ഒരു സമഗ്ര പകർച്ചവ്യാധി പ്രതിരോധ പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണം ചെയ്യുകയാണ്. മാസ് ക്ലീനിങ്ങും ക്ലോറിനേഷൻ, സ്കൂളുകളിലുള്ള പരിശോധന, മറ്റ് സ്കൂളുകളിലെ അധ്യാപകർക്കും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന കുക്കുമാർക്കുമായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ക്ലാസുകൾ, അതുപോലെ വ്യാപാരി വ്യവസായി, വിവിധങ്ങളായ ലയൺസ് ക്ലബ്ബുകൾ, സംഘടനകൾ, പൊതുപ്രവർത്തകർ, ഇത്തരത്തിൽ സാമൂഹ്യ പ്രവർത്തകരായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതുസമൂഹത്തിനെ മുഴുവനും മുൻനിർത്തിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പദ്ധതിക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിജു നില, സ്റ്റീഫൻ ജോർജ്, മാത്യു സെബാസ്റ്റ്യൻ, സുബി കുന്തളായിൽ, അജിത് കുമാർ, സോന ട്രീസ, ജോബി എന്നിവരോടൊപ്പം ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. കഞ്ഞിക്കുഴി സെന്റ് മേരീസ് UP സ്കൂളിൽ വെർബാക്ക് ആനിമൽ ഹെൽത്ത് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി അനുവദിച്ച ഡ്രിങ്കിംഗ് വാട്ടർ സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നടന്നു. കഞ്ഞിക്കുഴി സെന്റ് മേരീസ് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമൺ സണ്ണി ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴി സെന്റ് മേരീസ് UP സ്കൂളിൽ വെർബാക്ക് ആനിമൽ ഹെൽത്ത് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായാണ് ഡ്രിങ്കിംഗ് വാട്ടർ സിസ്റ്റം അനുവദിച്ചു നൽകിയത്. സെന്റ് മേരീസ് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ PT പ്രസിഡന്റ് ജോബിഷ് ജോർജ് അധ്യക്ഷത വഹിച്ച യോഗം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്തുകളിൽ നമുക്ക് ലഭിക്കാമോ അതൊക്കെ മേടിച്ചെടുക്കുന്നതിന് ആത്മാർത്ഥമായ പരിശ്രമം എല്ലാ സ്കൂൾ മാനേജ്മെന്റ് സംവിധാനങ്ങളും ചെയ്യാറുണ്ട്. സ്കൂൾ HM സിസ്റ്റർ റോസ് പോൾ HS മുഖ്യപ്രഭാഷണം നടത്തി. ആശംസ അറിയിച്ച് കഞ്ഞിക്കുഴി വെറ്റിനറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീർ SM, വെർബാക്ക് പ്രൊജക്ട് ഓഫീസർ എൽദോസ്, PTA വൈസ് പ്രസിഡന്റ് ബൈജു പോൾ, സ്കൂൾ ലീഡർ അലൻ സിൻസ് എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പരിപാടിയുടെ ഭാഗമായി. സിറ്റി വിഷൻ, ഇടുക്കി. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷന്റെ മൗണ്ടൻ മീറ്റ് ക്യാമ്പ് ആനച്ചാൽ തുടക്കമായി. ആനച്ചാൽ വൈബ് റിസോർട്ടിൽ 3 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പ് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഏലിയാസ് സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷന്റെ മൗണ്ടൻ മീറ്റ് ക്യാമ്പ് ആനച്ചാലിൽ തുടക്കമായി. ആനച്ചാൽ വെബ് റിസോർട്ടിൽ 3 ദിവസങ്ങളായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പ് ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഏലിയാസ് സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടനയുടെ ഭാരവാഹിത്വം എന്ന് പറയുന്ന ഒരു റിലേ ഓട്ടമാണ്. കുറെ ഓടി കഴിയുമ്പോൾ ബാറ്റൻ മറ്റൊരാൾക്ക് കൈമാറും, അവരതും കൊണ്ട് ഓടി അടുത്തയാൾക്ക് കൈമാറും എന്ന് പറഞ്ഞ പോലെ ഇത് തുടർച്ചയായിട്ട് വരിക. എന്റെ ഇത് കഴിയുമ്പോൾ അടുത്ത ആൾ വരും, അതിന്റെ അടുത്തയാൾ വരും. അപ്പൊ പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവും, പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ആ നിലയ്ക്ക് നമുക്ക് ഈ സംഘടനയെ സംസ്ഥാനത്തെ കേറ്ററിംഗ് മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. പാചകവാതകത്തിന്റെയും മത്സ്യമാംസ ഉൽപ്പന്നങ്ങളുടെയും വിലവർദ്ധനവ് മൂലം മേഖലയെ പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യമാണ്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വിവിധ ജില്ലകളിൽ നിന്നായി 350 പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കും. ക്യാമ്പിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ സന്ദേശം മുൻനിർത്തി വാക്കത്തോണും സംഘടിപ്പിക്കും. പരിപാടിയിൽ സംഘടനയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പ്രതിനിധികളും പങ്കെടുത്തു. സിറ്റി വിഷൻ, ആനച്ചാൽ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ, വെള്ളി ഗ്രാമിന് 240 രൂപ. പ്രധാന വാർത്തകൾ നോക്കാം ഒരിക്കൽ കൂടി.
ദേശീയ ഡാം സുരക്ഷാ പരിശോധനാ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം. അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിന്റെ പ്രവർത്തനം അവതാളത്തിൽ. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ നികത്താതെ വരുന്നതാണ് യൂണിറ്റിന്റെ പ്രവർത്തനം താറുമാറാകാൻ കാരണം. ഇടുക്കിയിൽ പുറമ്പോക്ക് ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ച ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും. കട്ടപ്പന ആറിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീരത്തുള്ള മരങ്ങൾ വെട്ടിയതുമൂലം ആറിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.